ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വിശ്വാസയോഗ്യമായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയൊരു ഇടമാണ് നമ്മുടെ വീട്. അപ്പോൾ ഇത് ചിക്കനാണ്. ഈ ചിക്കനിൽ വീട്ടിലുണ്ടാക്കിയ വെളിച്ചെണ്ണയിൽ വേവിച്ചെടുത്ത ചിക്കൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇത് ഉച്ചക്ക് പൊരിച്ചതാണ്. നമ്മൾ രാത്രി സാധാരണ വീടുകളിൽ ഉണ്ടാക്കി രാത്രി കഴിക്കുന്നത് പോലെ രാത്രി കഴിക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പം കാണുന്ന രംഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ വല്ല ജീവികളാണോ എന്നൊന്നും മനസ്സിലാവണില്ല, മുട്ടയാണോ ഒന്നും മനസ്സിലാവണില്ല. ഇതിപ്പോൾ നിങ്ങൾ കണ്ടോളി. ഈ കണ്ടില്ലേ, ഈ ചിക്കൻ്റെ പല ഭാഗത്ത് അതിൻ്റെ ശ്രദ്ധിച്ചാലേ കാണുള്ളൂ. ചെറിയ ചെറിയ വെളുത്തത് അവിടെയും ഇവിടെയൊക്കെ അങ്ങനെ കോറിട്ട പോലെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു പൂപ്പൽ പിടിച്ച പോലെയാണ് സംഭവം കാണുന്നത്. നല്ല ശ്രദ്ധിച്ചാലേ നമുക്കത് വ്യക്തമായിട്ട് കാണുള്ളൂ. അങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഉള്ള വീഡിയോ ആണ്. ഇതിൻ്റെ പല ഭാഗത്തും ചിക്കൻ്റെ പല ഭാഗത്തായിട്ട് കാണുന്നുണ്ട്. ഇത് വെളിച്ചെണ്ണയിൽ പൊരിച്ചതാണ്. അപ്പോൾ സാധാരണ നമ്മൾ കഴിക്കാറുള്ളതാണ്. അപ്പം ഇനി മൂടിയിൽ നിന്ന് വേറെ പാത്രത്തിൻ്റെ മൂടിയേറ്റം വെക്കുമ്പോൾ വന്നു ചേർന്നതാണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ കഴിക്കണവർ നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം ചിക്കൻ കഴിക്കാൻ. ഇനി ഇതിൻ്റെ മരുന്നടിച്ചതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് വന്നതോ ഒന്നും അറിയില്ല. അപ്പോൾ നന്നായി ശ്രദ്ധിക്കണം. വീട്ടിലുണ്ടാക്കിയതാണെങ്കിൽ കൂടി അത് ശ്രദ്ധിക്കണം എന്നുണർത്താൻ വേണ്ടിയിട്ട് ഇടുന്ന വീഡിയോ ആണ്. ഇപ്പം നമ്മൾ അത് സൂം ചെയ്ത് നോക്കിയപ്പോൾ അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ ഇതിൻ്റെ അടിഭാഗത്ത് നന്നായിട്ട് ചെറിയ നാര് പോലെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുട്ടയാണോ അത് വല്ലത് കാഷ്ടിച്ചതാണോ അതല്ലെങ്കിൽ ജീവിയാണോ എന്ന് ഉറപ്പിക്കാൻ വയ്യ. പക്ഷെ അതിൻ്റെ അടിയിലുള്ള നാര് പോലെ കാണുന്നത് കൊണ്ട് നമുക്ക് വല്ല ജീവികളാണോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും വീട്ടിലുണ്ടാക്കിയതാണെങ്കിൽ കൂടി ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാൻ, മറ്റുള്ളവർക്ക് ഇത് അറിയിച്ചു കൊടുക്കുകയും ചെയ്യാം. പിന്നെ പല ആരോഗ്യ പ്രശ്നങ്ങൾ ഇങ്ങനത്തെ ഒക്കെ ശ്രദ്ധിക്കാണ്ട് തിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വന്നെത്താൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളിത് കുറേ നേരം സൂം ചെയ്ത് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് അത് ഇളകണുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇളകണമൊന്നും കാണില്ല. ഇനി മുട്ട ഇട്ടിട്ടുള്ളോ എന്നൊന്നും അറിയണില്ല. കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കി, പക്ഷെ ഇളകണമൊന്നും കാണാനില്ല. അപ്പോൾ അങ്ങനെയും നിലനിന്ന് എന്തായാലും നമ്മൾ ഭക്ഷിച്ചിട്ടൊന്നുമില്ല, ഒഴിവാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ട് തിന്നുക, കണ്ടാൽ പിന്നെ തിന്നാണ്ടിരിക്കണ നല്ലത്. അപ്പോൾ ഇതൊരു നിങ്ങളുടെ അറിയിലേക്ക് എടുത്തിട്ട വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സഹകരിക്കുക. അപ്പോൾ നമ്മളെ വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്ക് എത്തിച്ചു